എന്നൊന്നുമില്ല. സിറ്റിയിൽ നിന്ന് തന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എഴുതിയേക്കുന്നത് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. തെറ്റുകളുടെ ചങ്ങലയിലേക്ക് പുതിയ കണ്ണികൾ അന്വേഷിച്ചടക്കുന്ന ഒരു മനുഷ്യന് പലയിടത്തു നിന്നും ഓടി ഒളിക്കേണ്ടി വരും. സ്വയം ഒഴിയാൻ നോക്കൂ, അല്ലെങ്കിൽ ഒഴിവാക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ എപ്പോഴും ഭയക്കേണ്ടിയിരിക്കുന്നു. ഒരു ത്രെട്ടുണ്ട് ഇതിൽ. കൈയക്ഷരം കണ്ടിട്ട് ഇതാരുടേതാണെന്ന് പറയാൻ പറ്റുമോ? ഒരു പെണ്ണിന്റെ ഹാൻഡ് റൈറ്റിംഗ് പോലെ ഇരിക്കുന്നു. ഹാൻഡ് റൈറ്റിംഗ് പെണ്ണിന്റെ തന്നെയാ. അത് ഞാൻ എക്സ്പേർട്സിന്റെ അടുത്ത് കൊടുത്ത് വെരിഫൈ ചെയ്യിച്ചു. ഇങ്ങനെ ഒരു കത്തെഴുതാൻ ആരായിരിക്കും ചാൻസ് എന്ന് വല്ല ഊഹവും കിട്ടുന്നുണ്ടോ നോക്കണം. എനിക്കൊരു ഊഹവും കിട്ടുന്നില്ല. ഈ പെൺകുട്ടിയെ പരിചയമുണ്ടോ? കണ്ടിട്ടില്ല. ഓർത്ത് നോക്കണം. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലേ? ഇല്ല. ഷുവറാണോ? അതെ. ചാൻസ് ചോദിച്ചു എഴുതിയ വല്ല പെമ്പിള്ളേരുടെ ഫോട്ടോ ആയിരിക്കും. അല്ല, ഇതാ കൂട്ടത്തിൽ നിന്നുള്ളതല്ല. കൂട്ടത്തിൽ ഭേദപ്പെട്ടതെന്ന് തോന്നിയിട്ട് മാറ്റിവെച്ചതായിരിക്കാം. മേ ബി. ഇതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഡയറി. കഴിഞ്ഞ കൊല്ലത്തെയും ഇക്കൊല്ലം ജനുവരി വരെ ഉള്ളത്. കഴിഞ്ഞ നവംബർ വരെ ഏതാണ്ട് മുടങ്ങാതെ എഴുതി പോന്നിട്ടുണ്ട്. ഒന്നുമില്ലേലും എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിച്ചിരുന്ന ആ പതിവിന് അന്ത്യം സംഭവിച്ച ദിവസങ്ങളാണിത്. നവംബറിലെ 21-ാം തീയതി അവസാനിക്കുന്ന ഈ കുറിപ്പുകളിൽ പിന്നെ ഒരു പേജിൽ എന്തെങ്കിലുമൊക്കെ എഴുതിയിരിക്കുന്നത് ജനുവരി 1-നാണ്. അവസാനത്തെ കുറിപ്പ് ജനുവരി 1-നാണ്. ജനുവരി 18-നാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഇതിനിടെയുള്ള ദിവസങ്ങളിൽ ഒന്നും എഴുതിയിട്ടില്ല. പ്രാക്ടിക്കലി ബ്ലാങ്കാ. ചില പേജുകളിൽ ഒരു വരയോ കുറിയോ മറ്റോ കണ്ടാലായി. ലാസ്റ്റ് ഷീറ്റിൽ ഇതാ എഴുതിയിരിക്കുന്നത്. ഇന്ന് ജനുവരി 1. എല്ലാ തരക്കാരും എല്ലാ വേഷങ്ങളും കയറിറങ്ങിപ്പോയ എന്റെ പൊളിഞ്ഞ വീട്. ഇന്നവൾ വരുന്നു. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെങ്കിലും എന്റെ അടുത്ത് തന്നെ മടങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നവൾ. ഒഴിഞ്ഞുമാറലിന്റെയും ഒളിച്ചുകളിയുടെയും 17 കൊല്ലം എന്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ ഉറങ്ങിക്കിടന്ന എന്നെ എനിക്ക് എന്നെ ചൂണ്ടിക്കാണിച്ചു തരാൻ, ജന്മാന്തരങ്ങളുടെ തുടൽക്കണ്ണിയാവാൻ എനിക്കുള്ള അവളുടെ ആദ്യത്തെ ന്യൂ ഇയർ സമ്മാനവുമായി അവൾ. ഇന്ന് ജനുവരി 1. എല്ലാ തരക്കാരും എല്ലാ വേഷങ്ങളും കയറിയിറങ്ങിപ്പോയ എന്റെ പൊളിഞ്ഞ വീട്. ഇന്നവൾ വരുന്നു. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്നെങ്കിലും എന്റെ അടുത്ത് തന്നെ മടങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്ന അവൾ. ഒഴിഞ്ഞുമാറലിന്റെയും ഒളിച്ചുകളിയുടെയും 17 കൊല്ലം എന്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ ഉറങ്ങിക്കിടന്ന എന്നെ എനിക്ക് തന്നെ ചൂണ്ടിക്കാണിച്ചു തരാൻ, ജന്മാന്തരങ്ങളുടെ തുടൽക്കണ്ണിയാവാൻ എനിക്കുള്ള അവളുടെ ആദ്യത്തെ ന്യൂ ഇയർ സമ്മാനവുമായി അവൾ. ഇതേ അവളെ പറ്റി തന്നെയാണ് തൊട്ടു മുമ്പ് അവസാനമായിട്ട് എഴുതിയ പേജിലും റെഫർ ചെയ്യുന്നത്. അതായത് നവംബർ 21-ന്. അതെങ്ങനെയാണ്? ബുക്ക് റിലീസ്. പിന്നെയും എനിക്ക് സംശയം ബാക്കി നിൽക്കുന്നു. അത് അവൾ തന്നെ ആവുമോ? ഈശ്വര, അതങ്ങനെ ആയിരുന്നെങ്കിൽ. ഇത്രയേ ഉള്ളൂ. നവംബർ 21-നാണ് ഈ കുറിപ്പ്. നവംബർ 23-ാം തീയതിയാണ് ഈ കത്താരോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് തമ്മിൽ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ബുക്ക് റിലീസ് എന്ന് കണ്ടുകൊണ്ട് ഞാനിന്ന് വെരിഫൈ ചെയ്ത് നോക്കി. അപ്പൊ അത് അന്ന് അദ്ദേഹത്തിന്റെ ഒരു നോവലിന്റെ പ്രകാശന കർമ്മം നടന്നിട്ടുള്ള ഡേറ്റ് ആണ്. അതെ. ആ ദിവസത്തെ പറ്റി പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഉണ്ട്. അന്നാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ നോവലിന്റെ റിലീസ് നടന്നത്. എവിടെ വെച്ചായിരുന്നു? ടൗൺ ഹാളിൽ വെച്ച്. ടൗൺ ഹാളിൽ നിങ്ങളും കൂടെ പോയിട്ടുണ്ടായിരുന്നു? പോയിരുന്നു. സാധാരണ ഇങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷൻസിന് നിങ്ങളും അദ്ദേഹത്തിന്റെ ഒപ്പം പോകാറുണ്ടോ? ഇല്ല, സാധാരണ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. അദ്ദേഹത്തിന്റെ ലോകവും അവിടുത്തെ ചലനങ്ങളുമെല്ലാം എനിക്കെപ്പോഴും അപരിചിതമാണ്. അങ്ങോട്ടെന്നെ ക്ഷണിക്കാറില്ല. പക്ഷെ അന്നെന്തോ പതിവില്ലാതെ എന്നെ ക്ഷണിച്ചു. അതുകൊണ്ട് തന്നെ അന്നാ ക്ഷണം കിട്ടിയപ്പോൾ എനിക്ക് വല്ലാതെ സന്തോഷം തോന്നി.
ഞങ്ങൾ ഒന്നിച്ച് വളരെ കാലത്തിന് ശേഷം പുറത്തിറങ്ങിയൊരു ദിവസമാണത്. സുഹൃത്തുക്കളെ, മുഖ്യാതിഥി എത്തിക്കഴിഞ്ഞു. ചടങ്ങ് ഉടനെ ആരംഭിക്കേ. അല്പം വൈകിപ്പോയി. അത് സാരമില്ല, നമുക്കിപ്പോ തുടങ്ങാം. വന്നാൽ നമസ്കാരം. വഴി വഴി വഴി. ഈ നൂറ്റാണ്ടിന്റെ കല, ഈ നൂറ്റാണ്ടിന്റെ മാധ്യമം എന്നൊക്കെ ചലച്ചിത്രത്തെ പറ്റി പലപ്പോഴും പരാമർശിച്ച് കേൾക്കാറുണ്ട്. എന്തോ അറിവ് കുറവ് കൊണ്ടായിരിക്കാം ചലച്ചിത്രത്തെ ഇതര കലകളുമായി തുലനം ചെയ്ത് കാണാൻ ഈ ഉള്ളവന് സാധിക്കാറില്ല. ഞാൻ സിനിമ കാണാറുമില്ല. സാധാരണയായി സിനിമാ ലോകത്തിലേക്ക് ഒരു എഴുത്തുകാരൻ പ്രവേശിക്കുന്നതോടെ സാഹിത്യത്തിന് ആ എഴുത്തുകാരൻ നഷ്ടമായി എന്ന് കണക്കാക്കിയാൽ മതി. ഉദാഹരണങ്ങൾ അനവധിയുണ്ട്. ആ മാധ്യമത്തിന്റെ പ്രത്യേകതരം പോപ്പുലാരിറ്റിയും മറ്റ് മേമ്പൊടികളും പണക്കൊഴുപ്പും ഒക്കെ തർക്കശക്തിയുള്ള എഴുത്തുകാരെ പോലും ഒരു നീരാളിപ്പിടുത്തത്തിലെന്ന പോലെ വലിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് നാം കണ്ടുവരാറുള്ളത്. ആരെന്ത് പറഞ്ഞാലും ശരി, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ശ്രീ ഹരികൃഷ്ണന്റെ ഈ നേട്ടത്തെ വിലയിരുത്തുമ്പോൾ നമ്മൾ അതിനപ്പുറത്ത് വേറൊരു യാഥാർത്ഥ്യമുള്ളതുകൂടി കണക്കിലെടുക്കേണ്ടിയിരിക്കും. കുറഞ്ഞൊരു കാലമായി സാഹിത്യരംഗത്ത് നിന്നും വിട്ടുനിന്നിരുന്ന അദ്ദേഹം കനപ്പെട്ട സാഹിത്യ സംഭാവനയുമായിട്ടാണ് വീണ്ടും ഈ മേഖലയിലേക്ക് കാഴ്ചവെക്കുന്നത്. ഞാൻ നോവൽ വായിച്ചു. മുഖവിലയിൽ ധൈര്യം പറയുന്നത് മുഖവിലയ്ക്കെടുക്കാൻ പറ്റും. പരിശുദ്ധമായ മലയാള നോവൽ സാഹിത്യത്തിന് ഈ അടുത്ത കാലത്ത് ലഭിച്ച ഏറ്റവും വലിയ നേട്ടമാണ്. എനിക്ക് പെട്ടെന്നൊരു തലവേദന ഷിവറിങ് പോലെ. ഈ എക്സൈറ്റ്മെന്റ് കാരണം പ്രഷർ കയറി. എന്താ എന്താ സാർ, എന്തു പറ്റി? ഡോക്ടേഴ്സ് പലരും ഇവിടെ ഓഡിയൻസിന്റെ കൂട്ടത്തിലുണ്ട്. ഇവിടെ തന്നെ ചെക്കപ്പ് ചെയ്യിക്കാം. വേണ്ട, അതൊക്കെ പിന്നെ ആകെ ഒരു കമോഷനാവും. ഒന്നുമില്ല, ഒറ്റയാളും അറിയത്തില്ല. ഇല്ല, ഞാൻ പോട്ടെ. ഐ എം നോട്ട് ഫീലിംഗ് ഓൾ റൈറ്റ്. അങ്ങനെ അങ്ങ് പോയ ആളുകൾ സാറിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നവരെ. അതിനു വേണ്ടിയിട്ട് അവര് മുഴുവൻ സഹിച്ചിരുന്നു കൊടുക്കും. ഒന്നും പ്രസംഗിക്കില്ല. 2 വാക്ക് പറഞ്ഞിട്ട് ഐ എം സോറി. സാർ സന്തോഷം പങ്കിടാൻ ഡോക്ടർക്ക് ഫോൺ ചെയ്യട്ടെ? വേണ്ട. ഏതായാലും ഒന്ന് ഡോക്ടറെ വിളിക്കാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഹലോ, അതെ, ഇപ്പൊ എത്തി. ടൗൺ ഹാളിൽ നിന്നാണ്. നീ അത് അവിടെ അങ്ങനെ വെക്ക്. ഇല്ല, റെസ്റ്റ് ചെയ്യാണ്. ഡോക്ടറെ കണ്ടില്ല. കാണാം. വയ്ക്കട്ടെ. അവിടെ ആളുകൾ ആകെ ബഹളായിരിക്കുമെന്നാ. എന്ന് വെച്ച് അതെ, മനസ്സിലായി. ഇല്ല, പറ്റില്ല. പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല. That is none of my headache. അതെ. എന്താ എന്താ ഉണ്ടായത്? ഭൂകമ്പം. ഒന്ന് സ്വൈര്യം കൊടുക്കുക എല്ലാരും കൂടെ. ആ രാത്രി അദ്ദേഹം ബെഡ്റൂമിലേക്ക് വന്നതേയില്ല. ഭക്ഷണവും കഴിച്ചില്ല. ആ നൈറ്റ് പിന്നെ എങ്ങനെ കലാശിച്ചു? എങ്ങനെ കലാശിക്കാൻ? എനിക്കെന്നും കരച്ചിലിന്റെ ഒരു രാത്രി. അദ്ദേഹം ഉറങ്ങിയിട്ടില്ലെന്നാ തോന്നുന്നത്. നേരം വെളുക്കുന്നവരെ അവിടെ നടക്കുന്ന ഇരിക്കുന്ന ഒക്കെ കേൾക്കാമായിരുന്നു. ഓഡിയൻസിന്റെ ഇടയിൽ ആരെയോ കണ്ട് പുള്ളി ആകെ അപ്സെറ്റ് ആയെന്നാണോ നിങ്ങൾക്ക് തോന്നിയത്? എന്ന് തന്നെ വേണം വിചാരിക്കാൻ. ബുക്ക് റിലീസ്. പിന്നെയും എനിക്ക് സംശയം ബാക്കി നിൽക്കുന്നു. അത് അവൾ തന്നെയാവുമോ? ഈശ്വര, അതങ്ങനെയായിരുന്നെങ്കിൽ. പക്ഷെ ഇത് കണ്ടാൽ ഭയന്ന പോലെ അല്ലല്ലോ തോന്നുന്നത്. ഈശ്വര, അതങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ എന്ന് എഴുതണമെങ്കിൽ പുള്ളി കാണാൻ ആഗ്രഹിച്ചിരുന്ന ആരെയോ കണ്ടു എന്നല്ലേ തെളിയുന്നത്? അതേ അവൾ തന്നെയല്ലേ ജനുവരി 1 17 വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യത്തെ ന്യൂ ഇയർ ഗിഫ്റ്റുമായി അദ്ദേഹത്തെ കാണാൻ ചെന്നത്? എന്തോ എനിക്ക് അദ്ദേഹത്തെ 7 വർഷത്തെ പരിചയമേ ഉള്ളൂ.
അതിനു മുമ്പത്തെ കഥകളൊന്നും ഞാൻ ചെയ്യാൻ പോയിട്ടില്ല. ഇത് ഹരീഷ്ണൻ സാർ ഈയിടെ എഴുതി തുടങ്ങിയ ഒരു നോവലിന്റെ കയ്യെഴുത്ത് പ്രതിയാണ്. ഏതാണ്ട് 3/4 ഭാഗം വരെ എത്തിയിട്ടുള്ളൂ. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പേരൊന്നും ആയിട്ടില്ല. വായിച്ചിട്ടുണ്ടോ ഇത്? ഇല്ല. എഴുതി പൂർത്തിയാക്കുന്നത് വരെ സ്വന്തം വർക്ക്സ് മറ്റൊരാൾ കാണുന്നതോ വായിക്കുന്നതോ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ചിലപ്പോ ചില നല്ല മൂഡിലാണെങ്കിൽ അവിടുത്തെ വാച്ചർ അപ്പോളെ വിളിച്ചു നിർത്തി കുറെ പോർഷൻസ് വായിച്ചു കേൾപ്പിക്കുമെന്ന് പറയാറുണ്ട്. മറ്റാരെയും മാനുസ്ക്രിപ്റ്റ് കാണിക്കാറില്ല. അപ്പൊ ഈ കയ്യെഴുത്ത് പ്രതിയിൽ എന്താ ഉള്ളതെന്ന് സ്വല്പമെങ്കിലും അറിയാവുന്ന ഒരാൾ അപ്പോള മാത്രമായിരിക്കും എന്നാണോ? ചിലപ്പോ. ഐ എം നോട്ട് ഷുവർ. വിചിത്രമായൊരു തമാശ തോന്നിയോണ്ടാ ഞാനിതെടുത്തത്. തുടക്കം വായിച്ചപ്പോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പിന്നെ മുഴുവൻ വായിച്ചില്ല, വെറുതെ ഒന്ന് മറിച്ചു നോക്കി. തുടക്കം, ഒരാൾ കൊല്ലപ്പെടുന്നു. പ്രശസ്തനായ ഒരാൾ, നോവലിസ്റ്റും ഫിലിം ഡയറക്ടറൊക്കെ ആയിട്ട് പ്രശസ്തനായ ഒരാൾ, അതും അയാളുടെ ഗ്ലാമറിന്റെ പീക്കിൽ. നേരോ? അതെ, ആളിന്റെ പേര് ശംഭു എന്നോ മറ്റോ ആണ്. എന്നാലും സാറ് താൻ കൊല്ലപ്പെടുന്നത് മുൻകൂട്ടി കണ്ട് എഴുതി വെച്ച പോലെയാണ് എനിക്ക് ആ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഓപ്പണിംഗ് വായിച്ചപ്പോൾ തോന്നിയത്. അതിന്റെ അർത്ഥം ആരോ തന്നെ കൊല്ലുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടിരുന്നു എന്നല്ലേ? അതെ, പക്ഷെ ഇതാരായിരിക്കാം? ഏതായാലും ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. ജീവിച്ചിരുന്നപ്പോ ഒരിക്കൽ പോലും നേരിൽ കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഫാൻസിൽ ഒരാളായിരുന്നു ഞാൻ. ഐ റിയലി അഡോർഡ് ഹിം. സാറിന്റെ അവസാനത്തെ നോവലിന്റെ അപൂർണമായ മാൻസ്ക്രിപ്റ്റ് ആദ്യമായിട്ട് വായിക്കാനുള്ള ഭാഗ്യം എനിക്കാണല്ലോ ഉണ്ടായത്. കുറെയൊക്കെ ഓട്ടോബയോഗ്രഫിക്കൽ ആവാൻ ചാൻസ് ഉള്ള ഈ ബുക്കിൽ നിന്നായിരിക്കും ഒരുപക്ഷെ എനിക്കൊരു തുമ്പ് കിട്ടാൻ പോകുന്നത്. ആർക്കറിയാം? എക്സാമിന്റെ തലേ ദിവസം ഇരുന്ന് പഠിക്കുന്ന പോലാണല്ലോ. തീർന്നോ? ആ. എന്നിട്ട് ഒരു ക്ലൂ ഇല്ല. കഷ്ടം. എങ്ങനെ തീരുന്നു? അന്വേഷണം ഉശിരായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് അത് മാറി മാറി വീണ് ഒടുവിൽ ആരാ കൊന്നതെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ഒരു തെളിവില്ലാതെ കേസ് മാഞ്ഞു പോകുന്നു. അപ്പോ ഈ കിട്ടിയ തെളിവൊക്കെ? അതെല്ലാം തെളിവുകളാണ്. പക്ഷെ ഏറ്റവും വൈറ്റലായിട്ടുള്ള തെളിവ്, ദ പിവറ്റൽ ക്ലൂ, നശിപ്പിക്കപ്പെട്ടു പോകുന്നു. അത് കാരണം കേസ് തുമ്പില്ലാതെ അവസാനിക്കുകയാണ്. സപ്പോസ് ഒരുപക്ഷെ മൂപ്പർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്ന് വയ്ക്ക്. അങ്ങനെ കഴിഞ്ഞാൽ ആരാണ് കൊലപാതകി എന്നതിന്റെ സൂചന കിട്ടുമായിരുന്നു എന്നും കരുത്. ഈ നോവൽ പൂർത്തിയാകരുത് എന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടായിരുന്നായി ചിന്തിച്ചാലോ? പക്ഷെ അങ്ങനെ വരുമ്പോ ഈ കയ്യെഴുത്ത് പ്രതി ആരെങ്കിലും കണ്ടിരിക്കണം. അത് വേണം. അങ്ങേരുടെ മിസ്സസ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അതിനാകെ ചാൻസ് ഉള്ളത് ആ കിളവൻ വാച്ചർക്കാണ്. ആയിക്കോട്ടെ. പിന്നെ അവര് പറഞ്ഞത് നേരായിക്കൊള്ളണമെന്നില്ല. അതും ശരിയാ. ചേടാ, ഇതാകെ കൺഫ്യൂഷൻ ആവുകയാണല്ലോ. ഇത് വായിച്ചു കഴിഞ്ഞപ്പോ എന്റെ ഇപ്പോഴത്തെ പേടി അതല്ല. സ്വന്തം മരണം എഴുതി വെച്ചത് അങ്ങേർക്ക് അറിയാൻ പറ്റിയതുപോലെ കേസും ബുക്കിലെ പോലെ ആ വൈറ്റൽ ക്ലൂ ഇല്ലാതെ കലാശിക്കുമെന്ന്. ഇനി അവിടെ അറിയാൻ പറ്റിയല്ലോ. അങ്ങനെയൊന്നും ഇല്ലെന്നേ. ചേട്ടൻ പതറാതിരുന്നാ മതി. അങ്ങേർക്ക് മിസ് ചെയ്തു പോയ ക്രൂഷ്യൽ തെളിവ് ചേട്ടന് കിട്ടും. കിട്ടുമെന്നേ. യു ആർ എ ബ്രൈറ്റ് ബോയ്, ഐ നോ.